ആകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകണമേ. നമ്മുടെ ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും സ്വാഗതം ചെയ്യുവാനായി സ്കൂൾ മാനേജർ ശ്രീ മുരളി വളാംകുളം അവർകളെയും HM ശ്രീമതി ഹസീന ടീച്ചറെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ബഹുമാനപ്പെട്ട ജുവൈരിയ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാദേശിക ഭരണരംഗത്ത് തൻ്റെ നേതൃത്വത്തിലൂടെ മങ്കട ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം നൽകുന്ന മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി UP ഫാത്തിമ അവർകളെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മങ്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഫ്സൽ റമീസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പ്രസീന അവർകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മങ്കട ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബീഗം അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മങ്കട ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ ബാബുവിനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. മങ്കട ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ കൃഷ്ണകുമാർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി അമീറ ടീച്ചറെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ALPS കടന്നമണ്ണ സ്കൂളിന്റെ PTA പ്രസിഡന്റ് മുജീബ് കെയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് അഡ്വക്കേറ്റ് അസ്കർ അലി അവർകളെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി T നാരായണൻ അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് ശ്രീ CT ഷറഫുദ്ദീൻ മാസ്റ്റർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുൻ വാർഡ് മെമ്പർ അസൈന വിയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് എത്തിച്ചേരുന്നത് ശ്രീ ജംഷീർ PT അവർകളെ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വെൽഫെയർ പ്രതിനിധി K സക്കീർ ഹുസൈൻ അവർകളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.
അടുത്തതായി റിട്ടയേർഡ് HM ശ്രീമതി കെ രാധാകുമാരി ടീച്ചറെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി റിട്ടയർഡ് ടീച്ചർ കെ കോമളവല്ലി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് എത്തിച്ചേരുന്നത് ശ്രീമതി കെ പത്മിനി ടീച്ചർ, നമ്മുടെ പ്രിയപ്പെട്ട റിട്ടയേർഡ് HM. അടുത്തതായി ഷീജ കൂട്ടേരി അവർകളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് എത്തിച്ചേരുന്നത് ശ്രീമതി റസിയ പൂന്തോട്ടത്തിൽ അവർകളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ സഹസ്ഥാപനമായ കുറ്റാനശ്ശേരി AUP സ്കൂളിലെ HM ഇൻചാർജ് ശ്രീ ഗിരിവാസൻ മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സഹോദര സ്ഥാപനമായ കുറ്റാനശ്ശേരി AUP സ്കൂളിലെ മുൻ PTA പ്രസിഡന്റ് ശ്രീ ഷഹീർ അലിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഔദ്യോഗിക ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്ന നമ്മുടെ സ്കൂളിലെ പ്രിയ അധ്യാപകൻ അയമ സാറിനെ ഈ വേദിയിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഒരു അനുസ്മരണ ചടങ്ങാണ്. നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട പേരാണ് ശ്രീ സിദ്ദിഖ് മാസ്റ്ററുടേത്. 2000-ൽ സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും സംഭാവനകളും ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്നു. 2025 ഡിസംബർ 31 നമ്മെ വിട്ടുപിരിഞ്ഞ സിദ്ദിഖ് മാസ്റ്ററുടെ സ്നേഹസ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ നാടിനു വേണ്ടി നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിച്ചും ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും നേടി അകാലത്തിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ആദരണീയയായ മങ്കട ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ CP നസീറ അവർകളെ ആദരവോടെ അനുസ്മരിക്കുകയാണ്. കൂടാതെ നമ്മുടെ സ്കൂളിലെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ മിൻഹ അകാലത്തിൽ വിട പറഞ്ഞു. മിൻഹയ്ക്കും ആദരവോടെ ഈ ഒരു വേദിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മൂവരുടെയും ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമുക്ക് മൗനം ആചരിക്കാം. വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ സേവനത്തിലൂടെ 20 വർഷമായി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രിയങ്കരനായ ശ്രീ അയമ സാറിനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
വേദിയിലും സദസ്സിലും സന്നിധരായ പ്രിയമുള്ള നാട്ടുകാരെ, ഈ ഉദ്ഘാടന ചടങ്ങിന് എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളെ, നമ്മുടെ കടന്നമണ്ണ സൗത്ത് ALP സ്കൂളിൻ്റെ 86ാമത് വാർഷികാഘോഷവും പുതുതായി നാം നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും ഇവിടെ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏതൊരാളും ഓരോ നാട്ടിലും ആ നാടിൻ്റെ വളർച്ചയും മാറ്റവും ആഗ്രഹിക്കുന്നവരാണ്. ഏതൊരു നാടിൻ്റെയും മാറ്റത്തിനും വളർച്ചയ്ക്കും വളരെ നിർണായകമായ ഒരു ഘടകമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്നുള്ളത്. നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള നമുക്ക് സഹായകമാകുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ ഈ മഹനീയമായ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി തുടക്കം കുറിക്കുന്നത്. ഏറെക്കാലമായി ഭൗതികമായ പരിമിതികളിൽ ഒതുങ്ങി നിന്നിരുന്ന നമ്മുടെ സ്കൂളിൻ്റെ കെട്ടിടം 2023 ശ്രീ മുരളി വളാംകുളം അവറുകൾ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും മറ്റുള്ള കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്കിത്ര ഭംഗിയുള്ള ഒരു കെട്ടിട സമുച്ചയം പണി കഴിപ്പിക്കാൻ സാധിച്ചത്. ഈ കാര്യത്തിൽ എല്ലാ നാട്ടുകാരും അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും ഉള്ളവരാണ് താനും. നമ്മുടെ പരിസരത്തുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഭൗതികമായ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ച രൂപത്തിലുള്ള സംവിധാനമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധ്യാപകരായാലും ഈ നാട്ടുകാരായാലും അദ്ദേഹത്തോട് അതിൻ്റെ വളരെയധികം കൃതജ്ഞത ഇത്തരുണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലും നമ്മുടെ സ്ഥാപനം വളരെ മെച്ചപ്പെട്ട നൂതനമായ സാധ്യതകൾ തേടുന്നുണ്ട്. AC ക്ലാസ് റൂമുകളാണ് നമ്മൾ ഈ LP സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ പരിസരത്തൊന്നും ഇത്തരത്തിലുള്ള ക്ലാസ് റൂമുകളോ ബിൽഡിങ്ങുകളോ സംവിധാനങ്ങളോ നമ്മുടെ അയലത്തൊന്നും തന്നെ ഇല്ലതാനും. ഏതായാലും നമ്മുടെ മാനേജറുടെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുകളും നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു മാറ്റത്തിലേക്ക് കുതിച്ചുയർത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് ഇവിടെ ചേർന്ന് കൂടിയ എല്ലാ രക്ഷിതാക്കളുടെയും നമ്മുടെ നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണയും സപ്പോർട്ടും എല്ലാം അത്യാവശ്യമാണ്. എല്ലാ നാട്ടുകാരും ഈ കാര്യത്തിൽ നമ്മുടെ സ്ഥാപനത്തെ നന്നായി സപ്പോർട്ട് ചെയ്യണമെന്നും പിന്തുണക്കണമെന്നും നിങ്ങളുടെ എല്ലാ കഴിവുകളും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും തുടർന്ന് വരുന്ന അഡ്മിഷനിലും മറ്റും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അഡ്മിഷനുമായുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സഹകരണം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വളരെ കാലമായി വലിയൊരു മാറ്റത്തിനാണ് നമ്മുടെ നാടും നമ്മുടെ സ്ഥാപനവും മാറ്റം കുറിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് മങ്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് UP ഫാത്തിമ അവറുകളാണ്. മങ്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്
മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജുവൈര ടീച്ചർ അവർകളാണ്. അവരെയും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ സ്കൂളിൻ്റെ സമഗ്രമായ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ബഹുമാനിയായ എച്ച്.എം. അസീന ടീച്ചറാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി നമ്മുടെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് നഫ്സൽ റമീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മങ്കട ബ്ലോക്ക് കോഴിക്കോട്ട് പറമ്പ് ഡിവിഷൻ മെമ്പർ പ്രസീന അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മങ്കട പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്താസ് ബീഗം അവർകളെയും ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്കൂൾ നിലനിൽക്കുന്ന വാർഡിൻ്റെ മെമ്പറും നമ്മുടെ മുൻകാല രക്ഷിതാവുമായ ശ്രീജ ബാബു അവരുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 17-ാം വാർഡ് മെമ്പർ ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം നമ്മുടെ മുൻ PTA പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെയും വളരെ നന്നായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അമീറ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, വളരെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കരുത്തനായ PTA പ്രസിഡന്റ് മുജീബ് കെ അവറുകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവുമായ മുസ്ലിം ലീഗ് പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് അസ്ഗർ അലിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിച്ചേർന്ന ടി നാരായണൻ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. CPM പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന CT ഷറഫുദ്ദീൻ മാസ്റ്റർ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ രക്ഷിതാവും മുൻ വാർഡ് മെമ്പറുമായ അസൈനാർവി അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPIയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നുള്ള ജംഷീർ PT അവർകളെ ഇവിടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന സക്കീർ ഹുസൈനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനെല്ലാം ഉപരി ഈ പരിപാടിയുടെ എല്ലാമായ നമ്മുടെ സ്കൂളിൻ്റെയും നമ്മുടെ നാടിൻ്റെയും അഭിമാനമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ മുരളി വളാംകുളത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന നമ്മുടെ കുറ്റ്യാനിശ്ശേരി മാതൃസ്ഥാപനമായ സ്കൂളിലെ മുൻ PTA പ്രസിഡന്റ് അവർകളെയും അവിടുത്തെ കുറ്റ്യാനിശ്ശേരിയിലെ HM ഇൻചാർജ് ഗിരിവാസൻ മാഷയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഈ വേദിയെ ധന്യമാക്കിയ നമ്മുടെ മുൻ HMമാരായ രാധാകുമാരി ടീച്ചർ, K കോമളവല്ലി ടീച്ചർ, K പത്മിനി ടീച്ചർ, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ ഷീജ കൂട്ടിരി, റസിയ പൂന്തോട്ടത്തിൽ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളും മറ്റുമായ നമ്മുടെ രക്ഷിതാക്കളും നാട്ടുകാരും അതിലുപരി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മങ്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് UP ഫാത്തിമ അവരുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രാദേശിക സ്വയംഭരണ രംഗത്ത് ഉത്തരവാദിത്വപരവും കാര്യക്ഷമവുമായ നേതൃത്വത്തിലൂടെ മങ്കട ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷ UP ഫാത്തിമ അവർകളെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച ആയ്മ മാഷ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റായ ജുവൈരിയ ടീച്ചർ, ഈ പരിപാടിക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന HM ഹസീന, നമ്മൾ ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ നഫ്സൽ റമീസ്, ബ്ലോക്ക് മെമ്പറായ പ്രസീന, നമ്മളെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്താസ് ബീഗം, 18-ാം വാർഡ് മെമ്പർ ഷീജ ബാബു, 17-ാം വാർഡ് മെമ്പർ കൃഷ്ണകുമാർ,
മലപ്പുറം റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിത എസ്, നമ്മുടെ അമീറ ടീച്ചർ, PTA പ്രസിഡൻറ്റ് മുജീബ്, നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അഡ്വക്കറ്റ് അസ്ക്രാലി, നാരായണൻ, ഷർഫുദ്ദീൻ മാസ്റ്റർ, അസൈനാർ, ജംഷീർ PT, സക്കീർ ഹുസൈൻ, നമ്മുടെ മുൻ HMമാരായ രാധാകുമാരി ടീച്ചർ, കോമളവല്ലി ടീച്ചർ, പത്മിനി ടീച്ചർ, ഷീജ കൂട്ടീരി, റസിയ പൂന്തോട്ടത്തിൽ. നമ്മളിന്നിവിടെ നമ്മുടെ സ്കൂളിൻ്റെ 86ാം വാർഷികാഘോഷവും നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടന വേളയിലാണ് നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത്. നമ്മുടെ LP സ്കൂള് 4ാം ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ കണ്ടാൽ UP സ്കൂളിലും അധികരിച്ചൊരു സ്കൂൾ പോലെയാണ്. നമ്മളെ സ്കൂളിനെ പറ്റി ഒരുപാട് മഹിമകൾ നമ്മളെ കുട്ടികളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ LSS വാങ്ങിയ കുട്ടികളെ പറഞ്ഞു. അതുപോലെ തന്നെ ഫുട്ബോളിലായിട്ടാണെങ്കിലും നമ്മുടെ കുട്ടികളെ പറ്റി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓരോ കഴിവും പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഓരോ സ്കൂളിലും ഇങ്ങനെ ഓരോ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ഏത് കുട്ടികളാണെങ്കിലും അത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഓരോ രക്ഷിതാക്കളും നമ്മളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് ലഹരി എന്നാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഈ ലഹരി എന്ന് ഉദ്ദേശിച്ചാൽ പല കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് വിദ്യാഭ്യാസമാണ് കുട്ടികളുടെ ലഹരി എന്ന് നമ്മൾ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് മനസ്സിലാക്കിയാലുള്ളൂ അത് കുട്ടികളുടെ ഉള്ളിലൊരു ബോധം ഉദിക്കുകയുള്ളൂ. ഓരോ രക്ഷിതാവും വീട്ടിൽ നിന്ന് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പറഞ്ഞയക്കേണ്ടത്. നമ്മൾ വീട്ടിൽ എന്ത് കലഹമുണ്ടെങ്കിലും അത് നമ്മളെ കുട്ടികളുടെ ഉള്ളിൽ അത് അടിത്തറ വെച്ചുകൊണ്ടിരിക്കും. അത് കുട്ടികളെ സ്കൂളിൽ വന്നാലും നമുക്ക് ആ ഒരു കുത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്കൂളിൽ വന്നാൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഗതി നമ്മളെ വീട്ടിലുണ്ടെങ്കിലും അത് കുട്ടികളെ അറിയിക്കാതെ വേണം നമ്മൾ കൊണ്ടുപോകാൻ. അപ്പം നമ്മളെ കുട്ടികളെ ചെറുപ്പത്തിലേ വളർത്തുന്നൊരു ശീലം അത് നല്ലതായി വളർത്തുക. പോകുമ്പോൾ കുട്ടികൾക്ക് സലാം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്താ പറയുകയെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വേണം നമ്മളെ മക്കളെ പറഞ്ഞേക്കാൻ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് നമ്മളെ കുട്ടികൾ കയറി വരുമ്പോൾ നമുക്ക് ഈ വൈകുന്നേര സമയത്ത് ആർക്കാണെങ്കിലും അടുത്തുള്ളോലോ അപ്പുറം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശീലം നമുക്ക് ഓരോ രക്ഷിതാവിനുമുണ്ട്. ആ ശീലം നമ്മൾ ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെ മക്കൾ വരുമ്പോൾ നമ്മൾ ആ ഒരു രംഗത്ത് കുട്ടികളെ കാത്തു നിൽക്കേണ്ട ഒരു കടമ നമ്മളെ കയ്യിലുണ്ട്. നമ്മളിപ്പോൾ പഴയ കാലത്തെ പോലെ നടന്നുകൊണ്ടല്ല നമ്മളെ കുട്ടികൾ വരുന്നത്, ഒക്കെ ബസ്സാണ്. എത്ര അടുത്താണെങ്കിലും നമ്മൾ വണ്ടി വാഹനത്തിലാണ് നമ്മളെ മക്കൾ വരുന്നത്. അപ്പോൾ ഓരോന്നും ഈ വാഹനം ഇറങ്ങി വരുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ വേണം നമ്മളെ മക്കളെ ഇറക്കി കൊണ്ടുവരാൻ. ഇപ്പോൾ ഈ ജോലിക്ക് പോണ രക്ഷിതാക്കളാണെങ്കിൽ അവിടെ മക്കളെ നോക്കാൻ വേണ്ടി നമ്മൾ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി ഇതുപോലെ രക്ഷിതാവിന് ജോലിയാണ്. അപ്പോൾ ആ കുട്ടീനെ നോക്കുന്നത് വേറൊരാളാണ്. അപ്പോൾ ആ ഒരു ദിവസം കുട്ടി സ്കൂളിട്ട് വന്നപ്പോൾ രക്ഷിതാവിന് അന്ന് ജോലി ഇല്ലാത്തത് കാരണം രക്ഷിതാവ് കുട്ടീനെ നോക്കിയിട്ട് ഉമ്മറപ്പടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇറങ്ങി വരുന്നതോടുകൂടി കുട്ടീനെ എന്നും ശ്രദ്ധിക്കണ ആ രക്ഷിതാവിനെയാണ് കുട്ടി നോക്കുക. അപ്പോൾ ഈ രക്ഷിതാവ് കുട്ടീനെ സ്നേഹത്തോടു കൂടി എൻ്റെ കുട്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആകാംക്ഷയോട് കുട്ടീനെ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുട്ടി രക്ഷിതാവിനെ വകഞ്ഞ് മാറ്റിയിട്ട് ഉള്ളിലേക്ക് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടിയെ എന്നും സ്നേഹിക്കുന്നതും കുട്ടീനെ ശ്രദ്ധിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണ് കുട്ടി നോക്കുന്നത്. അപ്പോൾ ഒരു ശീലം എന്തായാലും നമ്മൾ ഓരോ രക്ഷിതാവും നമ്മളെ കുട്ടികളെ ആ വരുന്ന സമയത്തും പോണ സമയത്തും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് എന്തെല്ലാമാണോ ബാഗിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത് പെൻസിലായാലും പെന്നായാലും നമ്മൾ ശ്രദ്ധിച്ച് അതിലിട്ട് കൊടുക്കണം. അതായത് മക്കളെ നിങ്ങൾ ആക്കിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെറുപ്പകാലമാണ് കുട്ടികൾക്കത് മുഴുവൻ പുസ്തകത്തിൽ ബാഗിലാക്കാനൊന്നുള്ളൊരു തൻ്റെ ഇടമായിട്ടില്ല. അപ്പം നമ്മൾ ഈ കുട്ടികൾ അന്നാന്ന് കൊടുത്തേക്കണ പെൻസിലൊന്നും അത് തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ സന്തോഷത്തോടു കൂടി അടുത്ത് എന്താണ് മക്കളെ കയ്യിലേക്ക് ആവശ്യം എന്നുള്ളത് ഇപ്പോൾ ടീച്ചർമാർ വാട്സപ്പിലാണ് എല്ലാ കാര്യങ്ങളും വിട്ടു കൊടുക്കുന്നത്. ഇപ്പം മക്കൾ പഠിക്കണതിലേറെ രക്ഷിതാക്കളാണ് പഠിക്കുന്നത്. ഓരോ സ്കൂളിലും ഇപ്പം നമ്മളൊരു കുട്ടി 1ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ കുട്ടി പഠിക്കണതിലേറെ രക്ഷിതാവാണ് പഠിക്കുന്നത്. അത് ഏത് ക്ലാസ്സിലാണെങ്കിലും ഏത് രക്ഷിതാവും കുട്ടികളിലേറെ നമ്മളാണ് പഠിച്ചുണ്ടാക്കുന്നത്. അപ്പം നമ്മളെ കുട്ടികളെ സ്നേഹത്തോടു കൂടി വളർത്തുക. ആ സ്നേഹത്തോടെ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിതന്മാരെ പോലെ കഴിയണമെന്നാണ് എനിക്ക് ഓരോ രക്ഷിതാവിനോടും ഓരോ മക്കളോടും പറയാനുള്ളത്. അതുപോലെ ഈ സ്കൂള് ഇത്രയും വലിയൊരു ഉയർച്ചയിലെത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ഈ സ്കൂളും ഇതുപോലുള്ള മക്കളും
ഇനിയും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റായ ജുവൈരിയ ടീച്ചറെ ഹാർദവമായി ക്ഷണിച്ചുകൊണ്ട് ALP സ്കൂൾ കടന്നമണ്ണ സൗത്തിൻ്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും 86ാമത് വാർഷികാഘോഷവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വിദ്യാഭ്യാസ സാമൂഹ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ ശ്രീമതി ജുവൈരിയ ടീച്ചറാണ്. ടീച്ചറെ ഉദ്ഘാടന ചടങ്ങിനായി വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷ മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ഫാത്തിമ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഈ സ്കൂളിൻ്റെ HM ഹസീന ടീച്ചർ, വൈസ് പ്രസിഡന്റ് മങ്കട ഗ്രാമപഞ്ചായത്ത് നഫ്സൽ റമീസ്, മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീന, മങ്കട ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബീഗം, വാർഡ് മെമ്പർമാരായ ശ്രീജ കൃഷ്ണകുമാർ, AEO അമീറ ടീച്ചർ, PTA പ്രസിഡന്റ് മുജീബ് കെ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ സ്കൂളിൻ്റെ PTA രക്ഷിതാവുമായ മുസ്ലിം ലീഗ് പ്രതിനിധിയുമായ അഡ്വക്കേറ്റ് അസ്കർ അലി, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T നാരായണൻ, CT ഷറഫുദ്ദീൻ മാസ്റ്റർ, ഹസൈന റവി, ജംഷീർ PT, K സക്കീർ ഹുസൈൻ, ഇവിടെ സ്വാഗതം പറഞ്ഞ അയമു മാസ്റ്റർ, ഇവിടെ നിന്നും പിരിഞ്ഞുപോയ K രാധകുമാരി ടീച്ചർ, K കോമളവല്ലി ടീച്ചർ, K പത്മിനി ടീച്ചർ, ഷീജ കൂട്ടീരി, റസിയ പൂന്തോട്ടത്തിൽ, ഈ സ്കൂളിൻ്റെ മാനേജർ മുരളി വളാങ്കുളം, മറ്റു അധ്യാപക സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, വളരെയധികം സന്തോഷകരമായൊരു നിമിഷത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടുകാരുടെയും ഇവിടെയുള്ള രക്ഷിതാക്കളുടെയും ഒരു ആഘോഷമാണ്. ഞാനിവിടെ ഇങ്ങനെ റോഡ് കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറോടും എൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീനയോടും ചോദിച്ചു ഏതാണ് സ്കൂള്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂള് തിരഞ്ഞുകൊണ്ടിരിക്കുക, ഏതാണ് സ്കൂള്. തികച്ചും മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല രീതിയിൽ പണിത ഒരു കെട്ടിടം എനിക്കവിടെ കാണാനിടയായി. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ ഈ സ്കൂളിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റ ക്ലാസ് റൂമിൽ തുടങ്ങിയ പൂന്തോട്ടത്തിൽ അയമുവക്കാന്നാണ് തോന്നുന്നു പറഞ്ഞത്. അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഒരു സ്കൂള് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെയും ഇവിടെയുള്ള രക്ഷിതാക്കളുടെയും അതോടൊപ്പം മാനേജറുടെയും ഒക്കെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന സ്കൂള്. നമുക്കറിയാം, ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇന്ന് AI കാലഘട്ടമാണ്. ഇപ്പം ഈ ഇരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ബഹിരാകാശത്ത് പോയി എന്നുള്ളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ബഹിരാകാശത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജികളും മറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ചെറിയ മക്കൾക്കും ആ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരണം. അതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലും ഇതുപോലെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം മറ്റു എല്ലാ മേഖലകളിലേക്കും നമ്മുടെ കുട്ടികളിലേക്ക് പോവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠന വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ കുട്ടികൾ മുന്നിട്ട് നിൽക്കുന്നത്, പാഠ്യേതര വിഷയങ്ങളിലും കായിക രംഗങ്ങളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച ഇവിടെ കാണാനിടയായി. ഫുട്ബോൾ ടീമുകളുണ്ട്,
അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും നമ്മുടെ കുട്ടികൾ ഒരു പടി മുന്നിലാണ്. അപ്പം ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ ചെറു ഗ്രാമത്തിലെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്, അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തറക്കല്ലിട്ട് നമ്മുടെ തറ ഉണ്ടാക്കുന്നതാണ്. അതിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുകളിലുള്ള വാർപ്പുണ്ടെങ്കിലും പടവുണ്ടെങ്കിലും ഒക്കെ ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അടിത്തറ നന്നാവണം എന്നുള്ളതാണ്. അടിത്തറ ഉറപ്പില്ലെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വാർപ്പ് കഴിഞ്ഞിട്ടോ പൊളിഞ്ഞാടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ അടിത്തറ നന്നാവണം എന്നാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താ? LP വിദ്യാഭ്യാസമാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ രക്ഷിതാക്കളുടെ കൂടെ നമ്മുടെ കുട്ടികൾ ഉണ്ടാവും. അതിനുശേഷം നമുക്കറിയാം, ഒരു 3-3.5 വയസ്സായതോടുകൂടി നമ്മൾ LKG UKG തലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കും. അത് കഴിഞ്ഞിട്ട് LP സ്കൂള്. അപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം, നമ്മൾ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്, LP സ്കൂളാണ്. ആ വിദ്യാഭ്യാസം എത്രത്തോളം നന്നാവുന്നുവോ അത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഉയർച്ചയുണ്ടാവുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുണ്ടാവുന്നതിലും യാതൊരു സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നോ, അതെങ്കിൽ അവിടെ രക്ഷിതാക്കളും അവിടുത്തെ നാട്ടുകാരും ആ സ്കൂളിനെ എങ്ങനെ സമീപിക്കുന്നോ ആ രീതിയിലായിരിക്കും ആ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ അവർക്ക് ഫണ്ട് നൽകാൻ ഗവൺമെൻറ് ഉണ്ടാവും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടാവും. എല്ലാവരും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ മാനേജ്മെൻറ്റും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ രക്ഷിതാക്കളുമാണ് അതിന് മുന്നിട്ടിറങ്ങേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു സ്കൂളാണ്. ഇവിടെ AC ക്ലാസ് റൂമുകളുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ കുട്ടികളെ നമ്മളറിയാം, നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിച്ച് പല ഉയർന്ന തലങ്ങളിലും എത്തിയ ആളുകളെ നാം കാണാറുണ്ട്. നമ്മൾ കുട്ടികൾ എവിടെ പഠിച്ചു എന്നല്ല, നമ്മളെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിക്കാണ് അവിടെ ഗുണനിലവാരം കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുകയും ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്പത്തിലെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും നല്ലൊരു സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. നമ്മുടെ കേരള സംസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു സംസ്കാരമുണ്ട്. അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, എല്ലാവരും സൗഹൃദമായി പെരുമാറുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആ രീതിക്ക് കോട്ടം തട്ടാതെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ സംസ്കാരം നമ്മൾ പഠിപ്പിക്കണം. അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ നല്ല രീതിയിൽ സൗഹാർദ്ദത്തോടു കൂടി നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം, ഇപ്പോൾ പാഠ്യ വിഷയങ്ങളിലെല്ലാം ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട് കേട്ടു. നമുക്ക് വേണ്ടത് നമ്മുടെ പൂർവികർ എങ്ങനെയാണോ, നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാം ഒരുപാട് കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് പൂർവികരുടെ സ്വാതന്ത്ര്യം നേടിത്തരാനും നമുക്ക് ഇതുപോലെ കൂടി ചേർന്നിരിക്കാനും കാരണക്കായ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് സ്മരിക്കാനുള്ള ഒരു അവസരം നമുക്ക് വേണം. ആ രീതിയിൽ നമ്മുടെ പാഠ്യപദ്ധതികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ നല്ല ഒരു അധ്യാപക സുഹൃത്തുക്കളുണ്ട്. ഈ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും, രണ്ടാമത്തെ രക്ഷിതാക്കളാണ് അധ്യാപകർ എന്നുള്ളത്. നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ, അതിൽ വാപ്പയും ഉപ്പയും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ അധ്യാപകരുടെ അടുത്താണ്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും സംസ്കാര രൂപീകരണത്തിലും നമ്മുടെ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിലും ഈ അധ്യാപകർക്കും ഈ രക്ഷിതാക്കൾക്കും വലിയൊരു പങ്കുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും നമ്മുടെ മക്കളെ
പഠിപ്പിച്ച് നല്ല ഉയർന്ന തലത്തിലെത്താനും നല്ലൊരു സമൂഹത്തെ സ്നേഹസമ്പന്നരായ, വിദ്യാസമ്പന്നരായ, സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ നാട്ടിലെ രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും നമ്മുടെ ഈ സ്കൂൾ ഉയർച്ചയുടെ പടവുകൾ കയറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ പരിപാടി കാണാനാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ പിഞ്ചു മക്കളുടെ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാനുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി, ഈ വാർഷികാഘോഷവും അതുപോലെ തന്നെ നമ്മുടെ ഈ AC ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ കെട്ടിടത്തിൻ്റെയും വാർഷികാഘോഷത്തിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജുവൈരിയ ടീച്ചർക്ക് സ്നേഹാദരം നൽകുന്നതിനായി സ്കൂൾ മാനേജർ ശ്രീ മുരളി വലാംകുളം അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി 18 വർഷമായി കടന്നമണ്ണയുടെ മണ്ണിൽ കുരുന്നുകൾക്ക് വിദ്യ പകർന്നു നൽകിയും 8 വർഷത്തിലധികമായി ALP സ്കൂൾ കടന്നമണ്ണ സൗത്തിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂളിനെ മികവിലേക്ക് ഉയർത്തി സ്നേഹനിധിയായ സ്കൂളിൻ്റെ പ്രധാനാധ്യാപക ശ്രീമതി ഹസീന ടീച്ചറെ സ്കൂളിൻ്റെ 2025-26 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, 2025-26 അക്കാദമിക വർഷത്തെ സ്കൂൾ വാർഷിക റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ALPS കടന്നമണ്ണ സൗത്ത് സ്കൂൾ 86 വർഷം പൂർത്തിയാക്കുകയാണ്. 1940 വൈക്കോൽ മേഞ്ഞ ഒരു കെട്ടിടത്തിലാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. പൂന്തോട്ടത്തിൽ അയമുകാക്ക, പൂന്തോട്ടത്തിൽ കുട്ടിമാൻ, കേശവ പണിക്കർ, ജാനകിയമ്മ എന്നിവർ ആയിരുന്നു സ്കൂളിൻ്റെ ആദ്യകാല മാനേജർമാർ. 1998 സൈനുദ്ദീൻ സ്കൂൾ ഏറ്റെടുത്ത് 2007 പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം പണിതു. തുടർന്ന് മാനേജ്മെൻറ്റുകൾ മാറി മാറി വന്നു. 2023 മുരളി വളാങ്കുളം സാർ സ്കൂൾ ഏറ്റെടുത്തു. അദ്ദേഹം ഏറ്റെടുത്ത ശേഷം പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് AC ക്ലാസ് മുറികളും കുട്ടികളുടെ പാർക്കുമുള്ള ഇന്ന് കാണുന്ന കെട്ടിടം പണി കഴിപ്പിച്ച് നാടിന് സമർപ്പിച്ചു. ചാക്കോ മാഷ്, രാധാകുമാരി ടീച്ചർ, കോമളവല്ലി ടീച്ചർ, പത്മിനി ടീച്ചർ എന്നിവർ ഈ വിദ്യാലയത്തിൻ്റെ മുൻകാല പ്രധാന അധ്യാപകരായിരുന്നു. കടന്നമണ്ണ, പാറപ്പുറം,
ഇന്ന് പ്രധാന അധ്യാപിക ഹസീന ടീച്ചറുടെ നേതൃത്വത്തിൽ 7 അധ്യാപകരും 1 ഹെൽപ്പർ 1 കുക്ക് എന്നിവരും അടങ്ങുന്ന 138ഓളം വിദ്യാർത്ഥികളുമായി മങ്കട പഞ്ചായത്തിലെ മികച്ച ഒരു വിദ്യാലയമായി പ്രവർത്തിച്ചു വരുന്നു. കലാ കായിക പ്രവൃത്തി പരിചയമേളകളിൽ മികച്ച വിജയം കൈവരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ 2025-26 വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ജൂൺ 2-ന് ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടത്തി. PTA പ്രസിഡന്റ് കുട്ടൻ, വാർഡ് മെമ്പർ PT ഷറഫുദ്ദീൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നവാഗതരെ സ്വീകരിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് തൈ വിതരണം നടത്തി. ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരം വിപുലമായി നടത്തി. വായനാ വാരത്തോടനുബന്ധിച്ച് അമ്മമാർക്ക് പുസ്തക പരിചയം മത്സരം നടത്തി. ജൂലൈ 5 ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം നടത്തി. ജൂലൈ 10-ന് ജനാധിപത്യ രീതിയിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തി. നക്കീബിനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു. ജൂലൈ 11-ന് PTA ജനറൽ ബോഡി മീറ്റിംഗ് നടത്തി PTA ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ശക്തമായ ഒരു PTA MTA കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ജൂലൈ 18-ന് വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നാടൻപാട്ട് കലാകാരൻ രമേശ് മേലാറ്റൂർ നിർവഹിച്ചു. സ്കൂൾ കലാമേള നടത്തി തിരഞ്ഞെടുത്തവരെ പഞ്ചായത്ത് കലാമേളയിലും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ സബ് ജില്ലാ കലാമേളയിലും പങ്കെടുപ്പിച്ചു. ടേം പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. സെപ്റ്റംബർ 19-ന് സ്കൂൾ കായികമേള നടത്തി വിജയികളെ സബ് ജില്ലാ മേളയിൽ പങ്കെടുപ്പിച്ചു. ഗാന്ധി ജയന്തി, കേരളപ്പിറവി, ശിശുദിനം എന്നിവ പ്രാധാന്യത്തോടെ നടത്തുകയും ദിനാചരണങ്ങളോടനുബന്ധിച്ച് മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ശാസ്ത്രമേളയോടനുബന്ധിച്ച് വിവിധ ഇനങ്ങൾക്ക് മികച്ച പരിശീലനങ്ങൾ നൽകി സബ് ജില്ലാ തലത്തിൽ വിജയം നേടാൻ കഴിഞ്ഞു. ഗണിത ശാസ്ത്രമേളയിൽ സബ് ജില്ലാ തലത്തിൽ 4-ാം സ്ഥാനം കരസ്ഥമാക്കി. ശാസ്ത്രമേള കളക്ഷൻ വാഴ വിഭവങ്ങളുടെ പ്രദർശനം മത്സരം നടത്തി വിജയികളായ രക്ഷിതാക്കൾക്ക് സമ്മാനം നൽകി. വിവിധ മേളകളിൽ പങ്കെടുത്ത വിജയികളെ അഭിനന്ദിച്ചു. നവംബർ 19-ന് പണി കഴിഞ്ഞ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് ആരംഭിച്ചു. 2026 ജനുവരി 23-ന് മങ്കട ട്രോമ കെയർ, പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഫസ്റ്റ് എയ്ഡ് ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജനുവരി 27-ന് നടന്ന കെട്ടിട ഉദ്ഘാടനവും വാർഷികാഘോഷവും സ്വാഗത സംഘ രൂപീകരണ മീറ്റിംഗിൽ ഫെബ്രുവരി 9-ന് കെട്ടിട ഉദ്ഘാടനവും 86-ാം വാർഷികവും നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചു. ഇന്ന് നാടിൻ്റെ ഒരു ഉത്സവമായി കെട്ടിട ഉദ്ഘാടനവും വാർഷികാഘോഷവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനു പുറമെ LSS പരിശീലനം, ഫുട്ബോൾ പരിശീലനം എന്നിവയെല്ലാം എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നു. 86 വർഷമായി അറിവ് പകർന്നുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയം ഇനിയും ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. അടുത്തതായി ഈ വേദിയിൽ നമ്മുടെ വാർഷികത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ശ്രീ ഷഹീർ അലി അവർകളാണ്. അദ്ദേഹം കുറ്റാനശ്ശേരി AUP സ്കൂളിൻ്റെ മുൻ PTA പ്രസിഡൻറ്റും സജീവ പ്രവർത്തകനുമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നാട്ടുകാരെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷപ്രദമായ ഒരു സുദിനത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ഞാൻ വന്നിരുന്നു. അന്ന് നാട്ടുകാരുടെ, രക്ഷിതാക്കളുടെയൊക്കെ പ്രധാനപ്പെട്ട പരിപാടി ഈ സ്ഥാപനം പല മാനേജർമാരും പല കാലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അവരൊക്കെ എടുത്തിരുന്ന സമയത്ത് ഞങ്ങളോട് പല വാഗ്ദാനങ്ങളും നൽകിയതാണ്. ഈ സ്കൂളിൻ്റെ കെട്ടിടം ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കുട്ടികളെ സ്കൂളിൽ ചേർത്തു. പക്ഷേ ഒരു സൗകര്യവുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അത്. അധ്യാപകർ ഉൾപ്പെടെ ഈ പരാതികൾ പറയുന്നത് കേട്ടുകൊണ്ടാണ് അന്ന് സ്കൂൾ സന്ദർശിക്കുന്നത്. അന്ന് ഞാൻ അവരോടൊക്കെ വെറുതെ നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ കേട്ട മാനേജർമാരുടെ പറച്ചിലല്ല നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. തീർച്ചയായും സമയബന്ധിതമായി തന്നെ നിങ്ങളുടെ നാട്ടിൽ മനോഹരമായ ഒരു സ്കൂൾ പൂർത്തിയാക്കുകയും
നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം മനോഹരമായ രീതിയിൽ നമ്മുടെ പഠനം നടത്താനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും എന്നൊരുറപ്പ് അവർക്ക് കൊടുത്തു. സ്വാഭാവികമായും ഒരുപാട് തവണ ഇത് കേട്ട ആളുകളുടെ മുമ്പിൽ നമ്മൾ വന്ന് പറയുമ്പോൾ അവരുടെ പ്രതികരണവും അതുപോലെ തണുത്ത പ്രതികരണമായിരുന്നു. നടന്നെങ്കിൽ കാണാം എന്നൊരു മട്ടിലായിരുന്നു. പക്ഷേ ഇന്ന് സ്കൂളിലേക്ക് വന്നപ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ പാതയിലേക്ക് വലിയ തോതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പഴയ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം മാറി സർക്കാർ വിദ്യാലയങ്ങളും അതിനോടൊപ്പം തന്നെ എയ്ഡഡ് വിദ്യാലയങ്ങളും നമ്മുടെ നാട്ടിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനവും അതിമനോഹരമായ രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഞാൻ അന്ന് ആളുകളുടെ അടുത്ത് ആ ഒരു ഉറപ്പ് കൊടുത്തത് എൻ്റെ നാട്ടിലുള്ള നേരത്തെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ കുറ്റാനശ്ശേരി AUP സ്കൂളിൻ്റെ ഒരു ചരിത്രം എൻ്റെ മുമ്പിലുണ്ടായത് കൊണ്ടാണ്. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് കുറ്റാനശ്ശേരി AUP സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ടായിരുന്നു. 2022 ഇവിടെ ഇരിക്കുന്ന മാനേജർ ശ്രീ മുരളി വളാങ്കുളം അവർകൾ ആ സ്കൂൾ ഏറ്റെടുക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഉള്ള സമയത്ത് LKG കുട്ടികളടക്കമുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 103 കുട്ടികളായിരുന്നു. അഥവാ 100 കുട്ടികൾ മാത്രം പഠിക്കുന്ന 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ഒരു സ്ഥാപനത്തിൽ പിന്നീട് കണ്ടത് നമ്മൾ പറയുന്നത് പോലെ നമ്മൾ പറയില്ലേ, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുന്ന ഒരവസ്ഥയാണ് കുറ്റാനശ്ശേരി സ്കൂളിനുണ്ടായത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ സ്കൂളിൻ്റെ മുൻ PTA പ്രസിഡൻ്റാണ്. 3 വർഷം ആ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായി. ഇപ്പോൾ ആ സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏകദേശം 800ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി 3 വർഷം കൊണ്ട് ആ സ്ഥാപനത്തിന് മാറാൻ കഴിഞ്ഞത് ഏതെങ്കിലുമൊക്കെ അത്ഭുത വിദ്യകൾ കാണിച്ചുകൊണ്ടല്ല, മാന്ത്രിക വിദ്യകൾ കാണിച്ചുകൊണ്ടല്ല, മറിച്ച് ദിശാബോധമുള്ള ദീർഘവീക്ഷണമുള്ള ഒരു മാനേജ്മെൻറ്റിൻ്റെ കയ്യിലേക്ക് ആ സ്ഥാപനം എത്തുകയും അവിടെ ഉണ്ടായിരുന്ന പഴയ അധ്യാപകരും പുതുതായി ഇപ്പം നിങ്ങളിവിടെയൊക്കെ പരിചയപ്പെടുത്തുന്ന അധ്യാപകരൊക്കെ കുറ്റാനശ്ശേരി സ്കൂളിലെ ആങ്കറിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആ സ്കൂളിലെ അധ്യാപകരാണ്. പൊതുവെ ഇത്തരം വലിയ ചടങ്ങുകളിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആളുകളെ വിളിക്കാറാണ്. പക്ഷേ കുറ്റാനശ്ശേരി സ്കൂളിന് അങ്ങനെ ഒരു ആവശ്യം വരാറില്ല. അങ്ങനെ പുതുതായി നിയമിച്ച അധ്യാപകരും പഴയ അധ്യാപകരും കൂടിച്ചേർന്നുകൊണ്ട് ഒരു മനോഹരമായ കലാലയമാക്കി തീർത്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ കുറ്റാനശ്ശേരി സ്കൂൾ മാറ്റിത്തീർത്തതിൻ്റെ ഒരു അനുഭവ പരിചയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് അന്നത്തെ ആളുകളുടെ അടുത്ത് പറഞ്ഞത് എന്ത്, സ്കൂളിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് ഈ സ്ഥാപനത്തിനെ നമുക്ക് മാറ്റാൻ കഴിയും. അതിന് കഴിയുന്ന കെൽപ്പുള്ള ദീർഘവീക്ഷണമുള്ള ദിശാബോധമുള്ള ഒരു മാനേജ്മെൻ്റാണ് ഇപ്പോൾ കടന്നമണ്ണ നിങ്ങൾ പറയുന്ന ഈ സ്കൂൾ ഏറ്റെടുത്തിട്ടുള്ളത്, നമ്മുടെ ALP സ്കൂൾ ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞത് അതുപോലെ തന്നെ പുലർന്നതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മനോഹരമായ കെട്ടിടമായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഒരുപാട് മാറി. അതിനു മുമ്പ് പള്ളിക്കൂടം എന്ന് പറയുന്നത് പലർക്കും കാണാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്ന ഒരു നാടായിരുന്നു കേരളം, അല്ലേ? നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടാൻ അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം. അത് 1000 വർഷമോ 2000 വർഷമോ ഒന്നുമല്ല, ഒരു 100 വർഷം മുമ്പത്തെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഈ നാട്ടിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയിരുന്ന ഒരു കാലഘട്ടം വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് നമ്മുടെ നാട് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ ഷൊർണൂരിൽ വന്നപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമായി എന്ന് പറഞ്ഞതിൽ നിന്ന് കേരളം മനോഹരമായ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും അത്ഭുത വിദ്യകൾ കാണിച്ചുകൊണ്ടോ മാന്ത്രിക വിദ്യകൾ കാണിച്ചുകൊണ്ടോ അല്ല. നമുക്ക് നേതൃത്വം നൽകിയ മാറി മാറി വന്ന സർക്കാരുകളുടെയും നമുക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരികളുടെയും ഒപ്പം നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്ഥാപനമായി കാണാൻ കഴിയുന്ന ഒരുപാട് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മറ്റെല്ലാ മേഖലകളെയും പോലെ തന്നെ കുതിച്ചുചാട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മനോഹരമായൊരു കെട്ടിടമായി, നല്ല AC റൂമുകളായി, എല്ലാ സൗകര്യവുമായി. ഇനി അവിടെ വേണ്ടതെന്താ? കുട്ടികൾ വരണം, അല്ലേ? കുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇനി മാനേജർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
മാനേജറെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യം അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ വരണമെങ്കിൽ ഉണ്ടാകേണ്ട കാര്യം അടിസ്ഥാന സൗകര്യത്തിനോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ പഠനാനുബന്ധ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികൾ നല്ല മികവിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അതും ഈ സ്കൂളിലുണ്ട് എന്നുള്ളത് നേരത്തെ ടീച്ചർ വെച്ചിട്ടുള്ള റിപ്പോർട്ടിലും ഇവിടുത്തെ വീഡിയോ പ്രസൻറ്റേഷനിലുമൊക്കെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. കേവലം ഒരു LP സ്കൂൾ മാത്രമല്ല, നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ഉദ്ഘാടക പറഞ്ഞതുപോലെ ഒരു UP സ്കൂളിൻ്റെ നിലവാരത്തിലേക്ക് ഓൾറെഡി തന്നെ നമ്മുടെ സ്ഥാപനം വളർന്നു കഴിഞ്ഞു. വളരെ ആത്മാർത്ഥതയുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ ഞങ്ങൾ ഇങ്ങോട്ട് പലപ്പോഴും വരുന്ന സമയത്തും ഇവിടുത്തെ എല്ലാ പരിപാടികളും ഒറ്റയ്ക്ക് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്ത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലെ തന്നെ അവരവരുടെ ഒരു കുടുംബം പോലെ ഈ സ്ഥാപനത്തിനെ കാണുകയും സ്വന്തം മക്കളെ പോലെ കാണുകയും ചെയ്യുന്ന നല്ല അധ്യാപകരും ഈ സ്ഥാപനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ പൂർത്തിയായി. ഒന്ന്, മനോഹരമായ കെട്ടിടം നമുക്ക് സാധ്യമാക്കി, അതിൽ AC ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, നല്ല പഠനാന്തരീക്ഷമുള്ള നല്ല പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്ന അധ്യാപകരും നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഇനി വേണ്ടതാരാ? ഇനി പാർട്ട് 3 കിടക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കൈകളിലാണ്. എങ്ങനെയാണ് നമുക്കതിന് ചെയ്യാൻ കഴിയുക? നമ്മുടെ കുട്ടികളെ നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളതോടൊപ്പം നമ്മുടെ നാട്ടിലെ മുഴുവൻ കുട്ടികളെയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ രക്ഷിതാക്കൾ, നാട്ടുകാർ ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മനോഹരമായ കെട്ടിടമുണ്ടാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ നല്ല അധ്യാപകർ പഠിപ്പിച്ചതുകൊണ്ടോ മാത്രം നമ്മുടെ സ്ഥാപനം വിജയിക്കില്ല. മറിച്ച് ഒരുപാട് കുട്ടികൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥാപനമാക്കി നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ മാറ്റണമെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ആത്മാർത്ഥമായി ഒന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധാരണകൾ കൊണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് നിന്ന് മറ്റു സ്കൂളുകളിലേക്ക് പോകുന്ന ആളുകളുണ്ടാകും. അവരെയെല്ലാം ബോധ്യപ്പെടുത്തി, എല്ലാവരെയും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിനെ പുതിയ മേഖലകളിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ് ഇത്തരുണത്തിൽ വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരിക്കലും പൊതുവിദ്യാലയങ്ങൾ അസ്തമിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ അസ്തമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത തകർന്നു പോവുകയാണ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷതയും മതസൗഹാർദ്ദവുമൊക്കെ ഇതുപോലെ നിൽക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ മിക്സഡായി പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കണം. അല്ലാമ പബ്ലിക് സ്കൂളിൽ മുസ്ലിം കുട്ടികളും വിവേകാനന്ദ പബ്ലിക് സ്കൂളിൽ ഹിന്ദു കുട്ടികളും സെൻറ്റ് തോമസ് സ്കൂളുകളിൽ ക്രിസ്ത്യൻ കുട്ടികളും പഠിച്ചാൽ ഒരുപക്ഷെ തൻ്റെ അയൽവാസിയായ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഒരു ഹിന്ദുവായ കുട്ടിക്ക് ചിരിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒരു വേദന കാണുമ്പോൾ അവന് ആ വേദന പങ്കിടാൻ വേണ്ടി കഴിയില്ല. നമ്മളൊക്കെ ഇന്നലകളിൽ നാട്ടിൽ ജീവിച്ചത് എല്ലാവരും സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരൻ, മുസ്ലിം കുട്ടിയുടെ കൂട്ടുകാരൻ ഒരിക്കലും മുസ്ലിം മാത്രമായിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇടകലർന്ന് ഇടചേർന്ന് നമ്മളെല്ലാവരും ഒന്നായി പഠിച്ചതിൻ്റെ, ഒന്നായി കളിച്ചതിൻ്റെ, ഒന്നായി വളർന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മതസാഹോദര്യവും മനുഷ്യ സ്നേഹവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ, നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങളെ കൂടുതൽ സുന്ദരമാക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും നമ്മുടെ ദീർഘവീക്ഷണമുള്ള മാനേജർക്കൊപ്പം നിങ്ങൾ കൂടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ ഇവിടുത്തെ അധ്യാപകരും മാനേജറും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അതിമനോഹരമായ ഒരു കലാലയമാക്കി, ഒരു സ്കൂളാക്കി നമ്മുടെ കടന്നമണ്ണ സ്കൂളിനെ മാറ്റണം. അങ്ങനെ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് കുറ്റാനശ്ശേരി AUP സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി പ്രസീന അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, അതുപോലെ നമ്മളെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജുവേരിയ ടീച്ചർ, അതിലുപരി ഈ സ്കൂളിൻ്റെ മാനേജറായ മുരളി എൻ്റെ നാട്ടുകാരനുമാണ്. അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
എല്ലാവരും നമ്മളെ ഈ സ്കൂളിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളിവിടെ നമ്മളെ പ്രസിഡൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സ്കൂളിലേക്ക് ആദ്യം വരുന്നതും കാണുന്നതും. അപ്പോഴാണ് നമ്മൾ ഈ സ്കൂളിനെ പറ്റി അറിയുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മളെ ഈ മാനേജർ എന്നെ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സ്കൂൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ സ്കൂൾ വന്ന് അന്ന് കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മളെ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ആദ്യം നമുക്കിവിടെ പ്രദർശിപ്പിച്ച വീഡിയോയിൽ കണ്ടിരുന്നു ആദ്യത്തെ സ്കൂളും ഇപ്പോഴത്തെ സ്കൂളും തമ്മിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു രീതിയിൽ പുതിയൊരു മാനേജ്മെൻറ്റ് വന്ന് നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളെയും ഈ സ്കൂളിലേക്ക് ആക്കി എന്തൊക്കെയാണോ ഇനിയും കുറവുകൾ അതിനനുസരിച്ച് ഈ മാനേജർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്രയ്ക്ക് പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്കും കൂടിയാണ് പറയുന്നത്. അപ്പം നമ്മളെ മക്കൾക്ക് വേണ്ടി നല്ലത് വരാൻ വേണ്ടി എല്ലാ കാര്യത്തിനും രക്ഷിതാക്കളും എല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കടന്നമണ്ണ ALP സ്കൂളിൻ്റെ 86ാമത് വാർഷികാഘോഷത്തിന് ആശംസകൾ നേരാൻ മങ്കട ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ശ്രീമതി ശ്രീജ ബാബു അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും 86ാമത് വാർഷികവും നടക്കുന്ന വേളയിലാണ് നാം. നമ്മുടെ സർക്കാർ സ്കൂളുകൾ എല്ലാം സ്മാർട്ട് സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്തിൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും നല്ല സൗകര്യത്തോടെ ഒരുക്കി തന്ന മാനേജ്മെൻറ്റിന് എൻ്റെ നന്ദി അറിയിക്കുന്നു. മികച്ച വിദ്യാഭ്യാസം നൽകാൻ അധ്യാപകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒട്ടേറെ കലാപരിപാടികൾ ഈ വേദിയിൽ നടക്കാനുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നന്ദി. ഈ സുവർണ ദിനത്തിന് ആശംസകൾ അറിയിക്കുന്നതിനായി മങ്കട ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ശ്രീ കൃഷ്ണകുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സന്തോഷകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് UP ഫാത്തിമ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജുവൈര ടീച്ചർ, പ്രിയപ്പെട്ട വേദിയിലുള്ള സഹപ്രവർത്തകർ, അതിലുപരി ഞങ്ങൾക്കെല്ലാം ഞാനുൾപ്പെടെ ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് പേർക്ക് ആദ്യാക്ഷരം കുറിച്ച് തന്നിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകരായിട്ടുള്ള രാധ ടീച്ചർ, രാധാകുമാരി ടീച്ചർ, കോമളവല്ലി ടീച്ചർ, പത്മിനി ടീച്ചർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇവിടെ നേരത്തെ സഹോദര സ്ഥാപനമായിട്ടുള്ള കുറ്റാനുശ്ശേരി സ്കൂളിൻ്റെ മുൻ പി ടി എ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ 2023 ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു ഞാൻ. ആ സമയത്ത് പഴയ മാനേജറിൽ നിന്നും പുതിയൊരു മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ വലിയ ഓഫറും അധ്യാപകരുൾപ്പെടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും വിളിച്ച് പ്രത്യേക യോഗം ചേർന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി. നമ്മളൊക്കെ ആ രീതി തുടരും എന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ വിവരങ്ങളൊന്നും ഉണ്ടായില്ല. കുറേ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കുറേ രക്ഷിതാക്കൾ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. പിന്നീടാണ് അതിന് ശേഷമാണ് അറിയുന്നത്, നമ്മളവർ വിളിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണ് നമ്മുടെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് പ്രിയപ്പെട്ട മുരളിയേട്ടൻ ഈ സ്കൂൾ ഏറ്റെടുക്കുന്നത്.
PTA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ മറ്റൊരാളിത് മറ്റൊരാൾക്ക് കൈമാറിയെന്നുള്ളത്. പിന്നീട് മുരളിയേട്ടൻ ഇവിടെ വരികയും നമ്മൾ പ്രത്യേകം യോഗം ചേരുകയും രക്ഷിതാക്കൾ ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെ യോഗം ചേർന്നതിന് ശേഷം ഇതുപോലെ തന്നെ പഴയ മാനേജ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ അന്ന് നൽകി. അപ്പോൾ നമ്മളൊക്കെ മുന്നിലുണ്ടാവുമല്ലോ, നമ്മളൊക്കെ അങ്ങനെ എന്താ വിചാരിക്കുക, അതിന് മുമ്പ് വന്ന് പറഞ്ഞു പോയവരും ഇതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒക്കെ മൂളിക്കെട്ട് പോകാമെന്നുണ്ടായത്. പക്ഷേ ഇവിടെ നേരത്തെ സംസാരിച്ച ആ മുൻ PTA പ്രസിഡൻറ്റ് അദ്ദേഹവും വന്നിരുന്നു. അന്ന് എനിക്ക് ഓർക്കുന്നുണ്ട് എന്നെ മാറ്റി നിർത്തി സംസാരിച്ചതൊക്കെ. അവിടെയുള്ള സ്കൂളുകൾ, ആ സ്കൂൾ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളും ഇവിടെ പറഞ്ഞു 100-200 ഉള്ളിലെ കുട്ടികളുണ്ടായിരുന്നു പറഞ്ഞു. പിന്നീട് ഇപ്പോഴത് 800-ലേറെ കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് ആ സ്കൂളിനെ മാറ്റിയെടുത്തൊരു കഥ ഇവിടെ നേരെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിൽ അതൊരു പ്രതീക്ഷയായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. പിന്നീട് ചെറിയൊരു ഇടവേള അതിലുണ്ടായി. നമ്മളെ സ്കൂള് മാറ്റി പ്രവർത്തിക്കാനുള്ളൊരു താമസം, അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ, എന്തായാലും അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു 3 വർഷത്തിനുള്ളിൽ നമുക്ക് വലിയ രീതിയിൽ വലിയ സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി ഈ മാനേജ്മെൻറ്റ് തന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ മുൻ മെമ്പർ സംസാരിച്ച പോലെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഒട്ടേറെ മുന്നോട്ട് പോയൊരു കാലഘട്ടം. ഹൈടെക് ക്ലാസ് റൂമുകൾ, പുതിയ ആധുനിക സംവിധാനത്തോടുകൂടിയുള്ള പഠനങ്ങൾ ഒക്കെ നമുക്ക് ഓരോ സ്കൂളിലും പോയി പുതിയ കെട്ടിടങ്ങൾ നമ്മളൊക്കെ കാണുന്നതാണ്, നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. പുതിയ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് റൂമുകൾ, ആ രീതിയിലേക്ക് നമ്മുടെ മഞ്ചേരിത്തോട് സ്കൂളും എത്തി എന്നുള്ളൊരു സന്തോഷം ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ആ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ മാറ്റം കൊണ്ടുവന്ന മാനേജ്മെൻറ്റിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഈ പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ സ്കൂളിന് ഒട്ടേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. LSS നമ്മളെ മത്സര പരീക്ഷയാണല്ലോ, LP സ്കൂളിൽ LSS എന്നുള്ള നേടിയ ഒട്ടനവധി കുട്ടികൾ വന്നു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ഒരു വീഡിയോ പ്രദർശിച്ചപ്പോൾ അതിൽ വന്നു ഫുട്ബോൾ മത്സരത്തിൽ നമ്മൾ വിന്നേഴ്സായി. ഇനിയും അടുത്ത ആഴ്ച പഞ്ചായത്ത് തലത്തിൽ മത്സരം നടക്കാൻ പോവുകയാണ് 14-15 തീയതികളിൽ. അതിൽ നമുക്ക് വിന്നേഴ്സായിട്ട് വരണം. അങ്ങനെ ഒട്ടേറെ മാറ്റങ്ങളിലൂടെ നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, രക്ഷിതാക്കൾ എന്നും ഈ സ്കൂളിനൊപ്പം ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു. കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മൾ ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മളെ കുട്ടികളുടെ കലാപരിപാടികളാണ്. ഈ നമ്മുടെ കടന്നമണ്ണ സൗത്ത് LP സ്കൂളിൻ്റെ ഈ വാർഷിക ആഘോഷത്തിനും പുതിയ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഈ ചടങ്ങിനും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി അമീറ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Distinguished guests on the stage and all my dear teachers ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. സമയം ഏറെ വൈകിയിട്ടുണ്ട്. ഹാവ് എ വണ്ടർഫുൾ ടൈം. എല്ലാവരും ഹാപ്പിയാണെന്നറിയാം. ഞാനിങ്ങനെ എന്തോ ഒരു മായാലോകത്ത് എന്ന പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മുടെ ഒരു റൂറൽ ഏരിയയാണ് ഈ കടന്നമണ്ണ. ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ ഇത്രമാത്രം വണ്ടർഫുള്ളായിട്ടുള്ള എന്താ പറയുക, ഒരു ഇവൻറ്റ്. ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. അതായത് ഇതുപോലൊരു ഇനാഗുറൽ ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അതും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ബിൽഡിംഗ് ഉദ്ഘാടനം ഇത്രമാത്രം ഗ്രാൻഡായിട്ട് നടത്തുക എന്ന് പറയുമ്പോൾ ഐ അപ്രീഷിയേറ്റ് എവ്രി വൺ ബിഹൈൻഡ് ഇറ്റ്, എസ്പെഷ്യലി ദി ഓണറബിൾ മാനേജർ ഓഫ് ദി സ്കൂൾ മിസ്റ്റർ മുരളി. എന്തായാലും നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത്
ഇത്രമാത്രം വളർച്ച ഒരു സ്ഥാപനത്തിന് ഇത്രമാത്രം വളർച്ച വന്നതിൽ എനിക്ക് അതിയായ സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ സ്കൂളിൽ 6th വർക്കിംഗ് ഡേയിൽ കണക്കെടുക്കാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മദ്രസ കെട്ടിടത്തിലായിരുന്നു അത്. ആ ടീച്ചേഴ്സ് എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നേരിട്ട് കണ്ടൊരു ഉദ്യോഗസ്ഥയാണ് ഞാൻ. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവരൊത്തിരി കഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു 1 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് അവർ കുഞ്ഞുങ്ങളെ യു ആർ ലക്കി എന്ന് പറയാനാണ് എനിക്കിഷ്ടാവുന്നു. കാരണം ഏറ്റവും എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭാഗ്യം ലഭിച്ചാലും, അതായത് അവർക്ക് ഒരു തരി കൂടുതൽ എന്തെങ്കിലും ഒരു സേവനം, എന്തെങ്കിലും ഒരു കാര്യം, അത് ആര് പ്രസൻറ്റ് ചെയ്താലും, ആ ഒരു റിസ്ക് ആരെടുത്ത് മുന്നോട്ട് വന്നാലും ഐ ആം സോ ഹാപ്പി. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോടാണ് പറയാനുള്ളത്. കടന്നമണ്ണ സൗത്ത് സ്കൂളിലെ കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സ് 2 തവണ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരുപാട് നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റീസ് ഉള്ള ടീച്ചേഴ്സാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ടീച്ചേഴ്സാണ് ഇവിടെയുള്ള ടീച്ചേഴ്സ്. അപ്പോൾ ഇപ്പോൾ എല്ലാം നിറഞ്ഞു. അതായത് ഭൗതിക സൗകര്യങ്ങളായി, ഒരുപാട് ദീർഘവീക്ഷണമുള്ളൊരു മാനേജ്മെൻറ്റായി. ദീർഘവീക്ഷണമുള്ള മാനേജ്മെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് മിസ്റ്റർ മുരളി, ഇതിൻ്റെ മാനേജർ. എത്രമാത്രം പെട്ടെന്ന് എങ്ങനെ ചിലരൊന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതെന്തുകൊണ്ടായാലും എന്തിനായാലും ഞാൻ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതെന്തായാലും ആ നാടിൻ്റെ, പ്രത്യേകിച്ചും ഒരു റൂറൽ ഏരിയ, ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രമാത്രം വലിയൊരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ലെവലിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതിനെ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൗഡ് ഓഫ് ഇറ്റ്. ഹാപ്പിനെസ് മാത്രമല്ല, സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടിയുണ്ട്. എന്തായാലും ഇതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് അവരുടെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അവർക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ കൊടുക്കൂ. നാട്ടുകാരോടും ഇവിടുത്തെ ടീച്ചേഴ്സിനോടും മാനേജ്മെൻറ്റിന് അതിൻ്റെ ഒരു ഡീപ്പ് ഇൻസൈറ്റ് അവർക്കുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു നിലയിലേക്ക് നിങ്ങളെല്ലാവരും ഉയരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അതാണ് എപ്പോഴും നമ്മുടെ ഫോക്കസ്. അവർ മാക്സിമം മാർക്ക് കിട്ടട്ടെ, അവരതിനനുസരിച്ച് വളരട്ടെ. നമ്മുടെ ഈ ഗ്രാമത്തിന്, ഈ ഒരു ഏരിയക്ക് ഇതിൻ്റെതായ ഗുണങ്ങൾ കിട്ടട്ടെ. എന്തായാലും ഇവിടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങൾ വെയിറ്റ് ചെയ്യാണ് അവരുടെ പരിപാടിക്ക് വേണ്ടി. എൻ്റെ ഈ ആശംസാ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. This evening is very beautiful, and thank you everyone who made this evening wonderful, and I am so happy to be the part of this event. So thank you very much. Okay. Thank you, ma'am. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിദ്യാലയം പണിത ശക്തമായ അടിത്തറ പാകിയ മാനേജർ ശ്രീ മുരളി വളാംകുളത്തിന് സ്നേഹോപഹാരം നൽകുന്നതിനായി PTA അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി മാനേജർ ശ്രീ മുരളി വളാംകുളം അവർകളെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം സാക്ഷാത്കരിച്ചതിന് മാനേജർ ശ്രീ മുരളി വളാംകുളത്തിന് സ്നേഹോപഹാരം നൽകുന്നത് കടന്നമണ്ണ ALP സ്കൂൾ അധ്യാപകരാണ്. അധ്യാപകരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വീകരിക്കുന്നതിനായി മാനേജരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തതായി കടന്നമണ്ണ LP സ്കൂൾ ഏറ്റെടുത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ച പുരോഗതിയിലേക്ക് എത്തിച്ച ഈ സ്കൂളിന്റെ മാനേജർ മുരളി വളാങ്കുളത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് FC മഞ്ചേരിത്തോട് ക്ലബ് അംഗങ്ങളാണ്. അതിനായി FC മഞ്ചേരിത്തോട് ക്ലബ് അംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ കടന്നമണ്ണ ALP സ്കൂളിലെ അധ്യാപകരായി മികച്ച സേവനമനുഷ്ഠിച്ച് വിരമിച്ച രാധ ടീച്ചർ, പത്മിനി ടീച്ചർ, കോമളവല്ലി ടീച്ചർ, ഭക്ഷണം പാകം ചെയ്തിരുന്ന തങ്കമ്മു ചേച്ചി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ ആദരിക്കുന്നതിനായി FC മഞ്ചേരിത്തോട് ക്ലബ് അംഗങ്ങൾ ക്ഷണിക്കുന്നു. അറിവിൻ്റെ ദീപം തെളിയിച്ച് അനവധി തലമുറകളെ രൂപപ്പെടുത്താൻ അക്ഷീണ പരിശ്രമം നടത്തിയ ഞങ്ങളുടെ വിരമിച്ച റിട്ടയേർഡ് HM രാധാകുമാരി ടീച്ചറെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി മാനേജ്മെൻറ്റ് പ്രതിനിധികളെയും മാനേജർ മുരളി വളാംകുളം അവർകളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ വിരമിച്ച റിട്ടയേർഡ് HM ശ്രീമതി കോമളവല്ലി ടീച്ചറെ അടുത്തതായി പൊന്നാട അണിയിക്കുന്നതിനായി HM ഹസീന ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിന് അമൂല്യമായ സേവനം നൽകി 30 വർഷത്തോളം സ്കൂളിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന നമ്മുടെ നാട്ടുകാരി കൂടിയായ റിട്ടയേർഡ് HM പത്മിനി ടീച്ചറെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ഈ സുന്ദര നിമിഷത്തിലേക്ക് അടുത്തതായി സ്വാഗതം ചെയ്യുന്നു. ദീർഘകാലം ഭക്ഷണം പാകം ചെയ്ത തങ്കമ്മു ചേച്ചിക്ക് സ്കൂളിൻ്റെ ആദരം നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കടന്നമണ്ണ AUP സ്കൂളിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് FC മഞ്ചേരിത്തോട് ക്ലബ്ബ് അംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിലെ LSS വിജയികളെ അനുമോദിക്കുന്നതിനും സ്നേഹോപഹാരം നൽകുന്നതിനുമായി മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി അമീറ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റെയ്ദ്, ഫാത്തിമ ഹിന, LSS വിജയികളെ അനുമോദിക്കുന്നതിനും സ്നേഹോപഹാരം നൽകുന്നതിനുമായി മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി അമീറ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. LSS വിജയികളായ റെയ്ദ്, ഫാത്തിമ ഹിന, അസ്മിന, സൽബിയ, നെഹാൻ നിഷാദ്, ഷാദിൻ സിയാൻ, Congratulations to all the winners. Thank you, ma'am. മേളകളിൽ സബ് ജില്ലാ തലത്തിൽ പങ്കെടുത്ത് വിജയികളായ നക്കീബ്, അടുത്തതായി മേളകളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള അനുമോദനം നൽകുന്നതിനായി PTA പ്രസിഡന്റ് K. മുജീബ് അവരെ ക്ഷണിക്കുന്നു. നക്കീബ്, ജന്ന ഹൈറിൻ, ലഹിബ ഫാത്തിമ, ജസ പർവിൻ, ഫാത്തിമ മിൻഹ, ജസ റഹ്മ and Aisha Aman. And Adrinath. Hello. മേളകളിലെ വിജയികൾക്ക് സ്നേഹാദരം നൽകുന്നത് കുറ്റാനശ്ശേരി AUP സ്കൂൾ HM ശ്രീമതി രാജലക്ഷ്മി ടീച്ചറാണ്. അടുത്തതായി പുതിയ കെട്ടിടത്തിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തിയ ശ്രീ നാസർ K. ഈ വേദിയിലേക്ക് സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹാപഹാരം നൽകുന്നതിനായി സ്കൂൾ മാനേജർ ശ്രീ മുരളി വളാംകുളം അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് മലപ്പുറം സ്പാൻ കൺസൾട്ടന്റ് പ്രതിനിധി ശ്രീ റിയാസുദ്ദീനെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിലേക്ക് മലപ്പുറം സ്പാൻ കൺസൾട്ടന്റ് പ്രതിനിധി ശ്രീ റിയാസുദ്ദീനെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
സ്കൂൾ അങ്കണവും ക്ലാസ് റൂമുകളും ഭംഗിയായി ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ശ്രീ സുനിൽ കൊണ്ടോട്ടിയെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്കൂളിലെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഭംഗിയായി പൂർത്തിയാക്കിയ ശ്രീ അഷ്റഫിനെ ആദരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ അങ്കണവും ക്ലാസ് റൂമുകളും ഭംഗിയായി ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ശ്രീ സുനിൽ കൊണ്ടോട്ടിയെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. സ്കൂളിലെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഭംഗിയായി പൂർത്തിയാക്കിയ ശ്രീ അഷ്റഫിനെ ആദരം സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വെൽഫെയർ പ്രതിനിധി ശ്രീ കെ സക്കീർ ഹുസൈൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കടന്നമണ്ണ ALP സ്കൂൾ കടന്നമണ്ണ സൗത്ത് അഥവാ മഞ്ചേരിത്തോട് സ്കൂളിൻ്റെ HM ഹസീന ടീച്ചർ, മുൻ HMമാരായ രാധ ടീച്ചർ, കോമളവള്ളി ടീച്ചർ, പത്മിനി ടീച്ചർ, മറ്റു നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ ഒരു സന്തോഷമായ സുദിനത്തിൽ ഈ സന്തോഷമായ സുദിനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചപ്പോൾ അന്നാണ് നമ്മൾ ഈ മാനേജറെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. മാനേജർ വളരെ കുറഞ്ഞ സമയം സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത്, ഇനിയും ഒരു 5 ക്ലാസ് റൂമുകൾ കൂടി മുകൾ ഭാഗത്തേക്ക് നിർമ്മിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അടിത്തറയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടത്തേക്ക് എന്ത് അടിസ്ഥാന സൗകര്യമാണോ വേണ്ടത് അത് നാട്ടുകാർ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നമ്മൾ ചെയ്തു തരാൻ സന്നദ്ധരാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തേക്കാണ് പന്തുബന്ധി അഥവാ രക്ഷിതാക്കളെ നാട്ടുകാരുടെ ഭാഗത്തേക്കാണ് KG ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പടിപടിയായി കുട്ടികളെ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. ചെറിയ ഒരു ഒറ്റ പോയിൻ്റ് കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം 2002-2005 കാലഘട്ടത്തിൽ ഇവിടെ കുറച്ചു കാലം അധ്യാപകനായിട്ടും അതിനുശേഷം ഒരു 6-7 വർഷം നീണ്ട 6-7 വർഷം ഒന്നിച്ച് PTA പ്രസിഡൻ്റായിട്ടും ഉണ്ടായിരുന്ന സ്കൂളാണ് കടന്നമണ്ണ മഞ്ചേരിത്തോട് ALP സ്കൂൾ. അന്ന് ഇപ്പോൾ ഇവിടെ സ്റ്റേജിലുള്ള പത്മൻ ടീച്ചർക്കറിയാം, ഞങ്ങൾ ഈ ഭാഗത്തേക്ക് നടന്ന് കുട്ടികളെയും കൊണ്ട് പോകുന്ന സമയത്ത് റോഡില്ല, ഇവിടെ ഫുള്ള് പാടാണ്, ഒരു വരമ്പാണ്. മഴ പെയ്താൽ കുട്ടികളെ കൊണ്ടുവരാൻ വളരെ പ്രയാസമുള്ള ആ ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോഴത്തേനും മാനേജ്മെൻറ്റ് കമ്മിറ്റി മാറി, നല്ല സൗകര്യങ്ങൾ മാറി, റോഡുകൾ വന്നു, ആധുനിക രീതിയിലുള്ള ബിൽഡിങ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നിലക്കും വളരെ സന്തോഷമുള്ള ഈ മുഹൂർത്തത്തിന് മാനേജർക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. അടുത്തതായി സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് ജസ പർവീൻ വേദിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു.
പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, മാനേജർ മുരളി വളാംകുളം സാർ, ഈ പരിപാടിയുടെ അധ്യക്ഷ മങ്കട പഞ്ചായത്ത് പ്രസിഡന്റ് UP ഫാത്തിമ, മുഖ്യാതിഥി ജുവൈരിയ ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, 1940 സ്ഥാപിതമായ ALPS കടന്നമണ്ണ സൗത്ത് എന്ന എന്റെയും ഈ നാട്ടുകാരുടെയും വിദ്യാലയം ഇന്ന് വളരെ മികച്ച ഭൗതിക സൗകര്യങ്ങളോടെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഹൈടെക് AC ക്ലാസ് റൂമുകളും മികച്ച അധ്യാപകരുടെ സേവനവും ഈ അക്കാദമി വർഷം ഞങ്ങളുടെ വിദ്യാലയത്തെ വേറിട്ട് നിർത്തുന്നു. ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്കൂൾ മാനേജർ ശ്രീ മുരളി വളാംകുളം. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും അധ്യാപന നിലവാരം ഉയർത്തുന്നതിനും മുൻഗണന നൽകുന്ന സമീപനമാണ് അദ്ദേഹത്തിനുള്ളത്. വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത് സ്കൂൾ കെട്ടിടോദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ആശംസകൾ അറിയിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ മുരളി വളാംകുളം അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ ഈ ഉദ്ഘാടകൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഈ വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുക എന്ന് ഏറ്റിരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഏകദേശം ഒരു 3 മണി സമയത്ത് അയ്മ മാഷ വിളിച്ചിട്ട് എത്താൻ കഴിയില്ല, തൃശ്ശൂർ ഒരു പ്രോഗ്രാമിലാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്തായാലും അവിടെ നേരത്തെ വരാ എന്ന് ഏറ്റിരുന്നു. എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് വിളിച്ച് മാഷോട് പറഞ്ഞത്, മാഷേ ട്രാഫിക് ജാം, അതേപോലെ തന്നെ അവിടെ ഭയങ്കര പ്രയാസമാണ്, സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വരാതിരുന്നത്. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരു ദിവസം ഇവിടെ വന്ന് വരാ എന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ട്. നമ്മുടെ സംഘാടനത്തിൽ ഞങ്ങൾ പരമാവധി ഇതിൻ്റെ കെട്ടിലും മട്ടിലും നന്നാക്കാൻ വേണ്ടി പരമാവധി നമ്മുടെ അധ്യാപകരും അതേപോലെ തന്നെ ഇവിടുത്തെ PTA, ഇവിടുത്തെ ജനങ്ങൾ, പൊതുജനങ്ങൾ, PTA എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഏകദേശം 2023 അവസാന കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ വിദ്യാലയം എന്നുള്ള രീതിയിൽ കടന്നമണ്ണ സൗത്ത് മഞ്ചേരിത്തോട് സ്കൂൾ ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത അന്ന് ഞാൻ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവിടെ PTA എക്സിക്യൂട്ടീവ് മെമ്പറെയൊക്കെ വിളിച്ച് ഇവിടെ പറഞ്ഞു, ഞാൻ ആവർത്തന വിരസത വേണ്ട എന്നുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ ഈ സ്കൂളിൽ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഈ കുട്ടികളെ മാറ്റിയിരുത്താനൊരു സൗകര്യം വേണം എന്ന് പറഞ്ഞപ്പോൾ ആ യോഗത്തിൽ തന്നെ ഒരു രക്ഷിതാവ് നീച്ചെന്ന് പറഞ്ഞു, അത് നമ്മളെ മദ്രസയിലേക്ക് പറ്റുമോ ചോദിച്ചു. അങ്ങനെ ആ മദ്രസയിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടെ അതിനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് വളരെ ആത്മാർത്ഥമായി ആ മദ്രസ കമ്മിറ്റി എന്നോട് സഹകരിച്ച കുട്ടികളെ ഏകദേശം 1 വർഷക്കാലം അവിടെ ഇരുത്തി ആ സ്കൂൾ പഠിപ്പിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും തന്നു. ആ ഒരു കടപ്പാട് ഞാൻ എൻ്റെ വ്യക്തിപരമായും അതുപോലെ തന്നെ എൻ്റെ വിദ്യാലയത്തിലെ അധ്യാപകർക്കും വേണ്ടി ഞാൻ ആ കടപ്പാട് അറിയിക്കുകയാണ്. അതിനേറെയധികം നന്ദി. അത് എനിക്ക് എന്നും മറക്കാൻ കഴിയാത്ത, അതായത് ഒരു നാട് മുഴുവൻ ഒരു വിദ്യാലയം നന്നാവുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സൂചനയായിട്ടാണ് എനിക്ക് അന്ന് അവരത് ഏറ്റെടുത്ത് ആ മദ്രസ കമ്മിറ്റി. അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ പേര് മുരളിയാണ്, മദ്രസ കമ്മിറ്റിയിൽ പറ്റുമോ, അങ്ങനെ ഒരു ചർച്ചയൊക്കെ നന്നായിട്ടുണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, നമ്മളെ പൊതുവിദ്യാലയമാണ്, എനിക്ക് ഒരുപാട് ദീർഘവീക്ഷണങ്ങൾ എനിക്കുണ്ട് എന്ന് ഇവിടെ പലരും പറഞ്ഞു. പക്ഷേ അത്ര ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷെ എങ്കിലും ഒരു പരിധി വരെ ഞാൻ എൻ്റെ കർമ്മങ്ങളിൽ പരമാവധി എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം പൊതുജനാരോഗ്യത്തിനും പൊതുജനങ്ങളുടെ വിദ്യാഭ്യാസ രീതിക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നത് എൻ്റെ 34 കൊല്ലമായി ഞാൻ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ജോലിയും ഇതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യങ്ങളും ചെയ്ത് വരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിൽ, അതിൻ്റെ അടുത്തുള്ള വീട്ടുകാർ, ഈ കടന്നമണ്ണ, ഈ മഞ്ചേരിത്തോട് എന്ന് പറയുന്ന ഇവിടെ ആദ്യത്തെ പഞ്ചായത്ത് മെമ്പർ നമ്മളെ സെറഫു, അദ്ദേഹത്തിനൊക്കെ എടുത്തു പറയണം. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ
അദ്ദേഹത്തിനെ കണ്ടത് പൂർണ്ണ സപ്പോർട്ടീവായി. അതേപോലെ ഇപ്പോഴത്തെ PTA പ്രസിഡൻറ്റ്, മുൻ PTA പ്രസിഡൻറ്റ്, പിന്നെ PTA ഒന്നും അല്ലാത്ത, അതായത് കാരണന്മാരായ പള്ളിയുടെ കമ്മിറ്റി സെക്രട്ടറിമാർ, പ്രസിഡൻറ്റുമാർ, ഈ പ്രദേശത്തുള്ള പല ആളുകളും, പ്രായമായ ആളുകൾ വരെ എന്നെ വലിയ രീതിയിലാണ് സഹായിച്ചത്. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഈ ജനത്തെ ഇവിടെ മുന്നിൽ കാണുമ്പോൾ, അതല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുമ്പോഴും ആളുകളോട് എന്നോട് ചെയ്യുന്ന ആ ഒരു സ്നേഹത്തെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ നാട്ടുകാർക്ക് ഈ വിദ്യാലയത്തിൻ്റെ സമുച്ചയം ഇവിടെ എൻ്റെ ഫാമിലി എന്നുള്ള നിലയിൽ നിങ്ങൾക്കായി സമർപ്പിച്ചിട്ടുണ്ട്. ആ വിദ്യാലയം എൻ്റെ പേരിലാണെന്നുള്ളൂ. ഈ നാട്ടുകാരുടെ വിദ്യാലയമാണ്. ഈ നാട്ടുകാരാണത് സംരക്ഷിക്കേണ്ടത് എന്നുകൂടെ ഈ വേദിയിൽ പറയുകയാണ്. പരമാവധി വിദ്യാർത്ഥികൾ വന്ന് അധ്യയനം കിട്ടുന്ന കാര്യത്തിൽ അവിടെ നല്ല ഒരു കൂട്ടം അധ്യാപകരുണ്ട്. അവരതിന് നന്നായി സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിന് എല്ലാവിധ ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടെ ഇവിടെ പ്രസംഗിച്ചു. എയർ കണ്ടീഷൻ, AC സൗകര്യങ്ങളോടെ ക്ലാസ് റൂമുകൾ, ഇനിയും 1-2 കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് വെക്കേഷനോടുകൂടെ ആ കാര്യങ്ങളും വരും. ഒരു ഹൈടെക്, ഒരു ഇൻ്റർനാഷണൽ വിദ്യാലയത്തിലേക്ക് ഒരു എയ്ഡഡ് സ്കൂളിനെ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ പ്രവർത്തനത്തിൽ ഇനിയും നിങ്ങൾ എൻ്റെ ഈ നാട്ടുകാർ എന്നോട് പൂർണ്ണമായും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. അടുത്തതായി മുൻ വാർഡ് മെമ്പർ റസിയ പൂന്തോട്ടത്തിൽ അവർകളെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മഞ്ചേരിത്തോട് സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച മങ്കട പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മങ്കട ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നല്ലവരായ നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, നമ്മുടെ പരിപാടി വളരെ നീണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെയൊക്കെ പരിപാടി നടത്താനിരിക്കുകയാണ്. നമ്മുടെ ഈ മഞ്ചേരിത്തോട് സ്കൂളിൻ്റെ ഇത്രയും ഭംഗിയായി ഈ കെട്ടിടം ഉണ്ടാക്കാൻ മുന്നോട്ട് വന്ന നമ്മുടെ മാനേജർ മുരളി സാറെ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം ഈ സമയത്ത് പറയുകയുണ്ടായി, നമ്മുടെ ഒരു സ്കൂൾ, ഒരു നാട്ടിലൊരു സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്കൂളിന് പണി പൂർത്തിയാക്കണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പഠനം നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ വാർഡിൽ തന്നെ നമ്മുടെ മഞ്ചേരിത്തോട് മദ്രസ, അതും ഇതുപോലെ കുറച്ച് മുമ്പ് ചെറിയൊരു മദ്രസയായിരുന്നു. ആ മദ്രസ നമുക്ക് നമ്മുടെ വാർഡിലുള്ള ഒരു സ്കൂൾ നടത്താനുള്ള സൗകര്യമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ സ്കൂൾ ഇത്രയും വിപുലമായി നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. നമ്മളെ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാവുന്നത് വരെ നമ്മുടെ മഞ്ചേരിത്തോട് സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത നമ്മുടെ ഈ മദ്രസയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു ഈ അവസരത്തിൽ. അതുപോലെ നമ്മുടെ ഈ വിദ്യാർത്ഥിനികൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മളൊക്കെ ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി, നമുക്കൊക്കെ അറിയാം എയ്ഡഡ് അൺഎയ്ഡ് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്തിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകളെല്ലാം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെയും അതുപോലെ എയ്ഡഡ് സ്കൂളുകളെയും അവരെവിടെയൊക്കെയാണ് നമ്മളെ കുട്ടികളെ കൂടുതൽ ചേർക്കുന്നത്. അതിന് പ്രധാനമായ കാരണം സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെയാണ്. നമുക്കൊക്കെ അറിയാം, മറ്റുള്ള സ്കൂളുകളിലേക്ക് പോകുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. നമ്മുടെ എത്ര അടുത്ത് നമ്മുടെ ഈ മഞ്ചേരിത്തോടിലെ അധ്യാപകന്മാർ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സ്, ആ സ്കൂളിലെ ടീച്ചേഴ്സ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും
അവരുടെ കൂടെ ഉണ്ടാവുന്ന അധ്യാപകന്മാരാണ്. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് മുജീബ്, മറ്റു ഇതിൻ്റെ മുമ്പുള്ള പ്രസിഡന്റുമാരെല്ലാം, ഇതിലെ കമ്മിറ്റികൾ, അധ്യാപകന്മാർ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, സ്നേഹം നിറഞ്ഞ, അതായത് അവരൊക്കെ നല്ല ഒരു പ്രവർത്തനം നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഞാൻ മെമ്പറായ സമയത്തും നമ്മുടെ നമ്മൾ ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച നമ്മുടെ ഈ കമ്മിറ്റിക്കും അതുപോലെ ഈ അധ്യാപകന്മാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി മുൻ വാർഡ് മെമ്പർ ഷീജ കുട്ടീരി ആശംസകൾ അർപ്പിച്ച് വേദിയിൽ സംസാരിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയമുള്ള നാട്ടുകാരെ, കുട്ടികളെ, വളരെ സന്തോഷകരമായ ഒരു സുദിനത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികൾ കടന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വേദിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്കൂളിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു, ഈ സ്കൂൾ ഇതേ രീതിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവനവൻ്റേതായ കടമകൾ പൂർത്തിയാക്കിയേ പറ്റൂ. നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തെ ഉയർത്തുന്ന തരത്തിൽ നമ്മളുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് എങ്ങനെ എത്തിക്കാം, ആ രീതിയിലുള്ള പ്രവർത്തനം കൂടി നമ്മൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും ഒരു സഹകരണം ആവശ്യമാണ്. തുടർന്നും മുരളി ഏട്ടൻ പറഞ്ഞു, നമുക്ക് വേണ്ടുന്ന എന്താണോ സൗകര്യങ്ങൾ അത് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്തു തരാവുന്ന ഒരു മാനേജ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ മാനേജ്മെൻറ്റിനെ നമ്മൾ പൂർണ്ണമായി ഈ കാര്യങ്ങളിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ഏവരുടെയും സഹകരണം ഒക്കെ ഉണ്ടാവണം. എന്നിരുന്നാൽ മാത്രമാണ് ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ ഈ സ്കൂളിൻ്റെയും ഉയർച്ച നമുക്ക് കാണാൻ കഴിയൂ. ഇതിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അടുത്തതായി ALPS കടന്നമണ്ണ സൗത്തിൻ്റെ മാതൃസ്ഥാപനമായ കുറ്റാനശ്ശേരി AUP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി രാജലക്ഷ്മി ടീച്ചറെ ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറ്റാനശ്ശേരി AUP സ്കൂളിൻ്റെ സഹവിദ്യാലയമായ കടന്നമണ്ണ സൗത്ത് ALP സ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉള്ള ഭൗതിക സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു വിദ്യാലയമായി ഈ ഗ്രാമത്തിന് നൽകാൻ മാനേജ്മെൻറ്റിന് കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ സന്തോഷം കുട്ടികളിലും അധ്യാപകരിലും നാട്ടുകാരിലും കാണുന്നു. എന്തായാലും ഈ വിദ്യാലയം പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലെത്തുകയും നല്ലൊരു മാതൃകാ വിദ്യാലയമായി മാറാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. KL 62A 0011 ഈ നമ്പർ വാഹനം എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റിയിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി ഈ ഔപചാരിക ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിനായി സ്കൂൾ അധ്യാപിക ശ്രീമതി മോസിന ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടക ജുവൈരിയ ടീച്ചർ, അധ്യക്ഷ UP ഫാത്തിമ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, 1940 സ്ഥാപിതമായ ALPS കടന്നമണ്ണ സൗത്ത് സ്കൂൾ അതിൻ്റെ 86-ാം വാർഷികാഘോഷവും ഹൈടെക് ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും നടക്കുന്ന ഈ സന്തോഷകരമായ നിമിഷത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം.
ആദ്യമായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജുവേരിയ ടീച്ചർക്ക് ALPS കടന്നമണ്ണ സൗത്ത് സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ഫാത്തിമ അവർകൾക്കും ALPS കടന്നമണ്ണ സൗത്ത് സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച അയമു സാർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ഹസീന ടീച്ചർ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നഫ്സൽ റമീസ്, പ്രസീന, മുംതാസ് ബീഗം, ശ്രീജ ബാബു, കൃഷ്ണകുമാർ, സുനിത S, അമീറ ടീച്ചർ, മുജീബ് K എന്നിവർക്കും ALPS കടന്നമണ്ണ സൗത്ത് സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ K രാധാകുമാരി ടീച്ചർ, K കോമളവല്ലി ടീച്ചർ, K പത്മിനി ടീച്ചർ, ഷീജ കുട്ടീരി, റസിയ പൂന്തോട്ടത്തിൽ എന്നിവർക്കും കുറ്റാനിശ്ശേരി സ്കൂളിലെ മുൻ PTA പ്രസിഡന്റ് ഷഹീർ അലി, അതുപോലെ അവിടെയുള്ള HM രാജകുമാരി ടീച്ചർ എന്നിവർക്കും ALPS കടന്നമണ്ണ സൗത്ത് സ്കൂളിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കഠിനമായ പ്രയത്നം കൊണ്ട് ഈ പരിപാടിയെ വിജയിപ്പിച്ച നല്ലവരായ നാട്ടുകാർക്കും വർണ്ണാഭമായ കലാപരിപാടികൾ കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുന്ന എൻ്റെ പ്രിയ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആയിരത്തി 1940 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വിദ്യാലയമാണ് ALPS കടന്നമണ്ണ സൗത്ത്. ഈ 85 വർഷത്തിനിടയിൽ ധാരാളം വിദ്യാർത്ഥികൾ ഇതിലൂടെ അറിവ് പകർന്നു വിവിധ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. 2023 ഈ വിദ്യാലയം മുരളി വളാങ്കുളം എന്ന മാനേജർ ഏറ്റെടുത്തത്. അതിനുശേഷം ഇന്ന് ഈ കാണുന്ന ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്കൂൾ, ഹൈടെക് ക്ലാസ് മുറികളും എല്ലാം കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ഇദ്ദേഹമാണ്. ഇന്ന് LKG മുതൽ 4ാം ക്ലാസ് വരെ 138ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അവസാന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിദ്യാലയം ഏറ്റെടുക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ വിദ്യാലയമാണിത്. ഒന്ന് ചെർപ്പശ്ശേരി വിദ്യാഭ്യാസപരമായും എന്തു മേഖലയിലാണ് കുട്ടികളുടെ രുചി, ആ രുചിയെ